ഹെവൻലി മെലോഡീസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം. ഇന്നൊരു സന്തോഷത്തിൻ്റെ വലിയൊരു നിമിഷമാണ്. നമ്മുടെ കൂടെ ആയിരിക്കുന്നത് പ്രിയപ്പെട്ട നമ്മുടെ അഖില സിസ്റ്ററുണ്ട്, പ്രിയപ്പെട്ട സ്റ്റെല്ല സിസ്റ്ററുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. കഴിഞ്ഞ 2 എപ്പിസോഡുകളിൽ നമ്മൾ ഇവരെ പറ്റി കേട്ടു. ഈ എപ്പിസോഡിൽ നമ്മൾ സഭയെ പറ്റി കൂടുതൽ നമ്മൾ അറിയുവാനായിട്ട് പോവുകയാണ്. ഏറെ സ്നേഹത്തോടെ നമുക്കെല്ലാവർക്കും നമ്മുടെ പ്രിയപ്പെട്ട ഈ 2 സിസ്റ്റേഴ്സിനെയും നമുക്ക് സ്വാഗതം ചെയ്യാം. ഹാർട്ടി വെൽക്കം ഡിയർ സിസ്റ്റേഴ്സ്. താങ്ക് യു അച്ഛാ. സുഖമാണോ? സുഖമായിട്ടിരിക്കണം അച്ഛാ. അപ്പോൾ നിങ്ങൾ കോതമംഗലം പ്രോവിൻസിൽ എങ്ങനെ എത്ര സിസ്റ്റേഴ്സാണ് ഉള്ളത്? പ്രോവിൻസിനെ പറ്റിയും കോൺഗ്രേഷനെ പറ്റിയും 2 വാക്ക്. മുഖനോട്ടമില്ലാതെ ഈശോയുടെ കരുണാർദ്ര സ്നേഹം എല്ലാവരിലേക്കും പകർന്നു കൊടുക്കുന്ന തിരുഹൃദയ സന്യാസിനി സമൂഹത്തിലെ അംഗങ്ങളാണ് ഞങ്ങൾ. 11 പ്രൊവിൻസും ഒരു റീജിയനും. 1911 ജനുവരി 1 പാലായിലാണ് തുടങ്ങിയത്. ഞങ്ങളുടെ സ്ഥാപകതാവ് ധന്യൻ കതിലക്കാട്ടിൽ മത്തായിച്ചനാണ്. അവിടെയാണ് നമുക്ക് തുടക്കം കുറിച്ചത്. അനാഥരും ആലംബഹീനരുമായ ആളുകൾക്ക് ഈശോയുടെ കരുണാർദ്ര സ്നേഹം പകർന്നു നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഞങ്ങളുടെ സ്ഥാപക പിതാവ് ധന്യൻ കതിലക്കാട്ടിൽ മത്തായിച്ചൻ ഈ സഭയ്ക്ക് രൂപം നൽകിയത്. ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ ഞങ്ങളുടെ സഹോദരിമാർ ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. ഒരുപാട് സിസ്റ്റേഴ്സും ജർമ്മനിയിലാണ് ഞങ്ങളുടെ സിസ്റ്റേഴ്സ് കൂടുതലും ശുശ്രൂഷ ചെയ്യുന്നത്. പിന്നെ അമേരിക്ക ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്, ആഫ്രിക്കയിൽ ഉണ്ട്, അങ്ങനെ പല സ്ഥലങ്ങളിലും. ഒരുപാട് എല്ലാ സ്ഥലങ്ങളിലും നിങ്ങൾ നിറയട്ടെ. ദൈവവചനം കൊടുക്കാനും അതുപോലെ തന്നെ ഈശോ എത്തിക്കാനൊക്കെ എല്ലാവരിലേക്കും ഈശോ എത്തിപ്പെടാൻ നിങ്ങളൊരു ഉപകരണങ്ങളാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇഷ്ടമുള്ള സഭയാണ്. നിങ്ങൾ ഒരുപാട് പാട്ടുകളൊക്കെ ഒരുമിച്ച് പാടിയിട്ടുണ്ടല്ലോ. ഒരുപാട് നല്ല ഏറ്റവും കൂടുതൽ പാടിയിരിക്കും നിങ്ങൾ ഒരുമിച്ചാണ്. അപ്പോൾ കുർബാന സ്വീകരണം, അതുപോലെ തന്നെ പട്ടങ്ങൾക്ക് പാടിയിട്ടുണ്ട്, കുർബാനയ്ക്കൊക്കെ പാടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സഭയെ പറ്റി അങ്ങനെ എന്തെങ്കിലുമൊക്കെ പാട്ട് നിങ്ങൾ പാടിയിട്ടുണ്ടോ നിങ്ങൾ ഒരുമിച്ച്? ഞങ്ങളുടെ സ്ഥാപക പിതാവ് ധന്യൻ കതിലക്കാട്ടിൽ മത്തായിച്ചൻ്റെ ശ്രാദ്ധത്തിന് ഞങ്ങൾ പാടാൻ പോവാറുണ്ട്. സ്ഥാപക പിതാവിൻ്റെ പാട്ടുകൾ പാടാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ പ്രൊവിൻസിൻ്റെ സമയമായപ്പോൾ നിങ്ങൾ 2 പേരാണ് പാടി? ഞങ്ങളൊരു ഗ്രൂപ്പുണ്ട്, അതിൽ നിങ്ങൾ 2 പേരും ഉണ്ട്. ആ പാട്ടൊന്ന് പാടാമോ? വിശ്വാസികളങ്ങേ സവിധേയണയുന്നു. ആദിയുഷസ്സിൻ കതിരുകൾ പോലെ വിളങ്ങി പിന്നെ തിരുസഭയങ്ങേ പാടി വണങ്ങുന്നു. ആദിയുഷസ്സിൻ കതിരുകൾ പോലെ വിളങ്ങി പിന്നെ തിരുസഭയങ്ങേ പാടി വണങ്ങുന്നു. താപസനാം വിശ്വാസികളങ്ങേ സവിധേയണയുന്നു. ആദിയുഷസ്സിൻ കതിരുകൾ പോലെ വിളങ്ങി പിന്നെ തിരുസഭയങ്ങേ പാടി വണങ്ങുന്നു. ആദിയുഷസ്സിൻ കതിരുകൾ പോലെ വിളങ്ങി പിന്നെ തിരുസഭയങ്ങേ പാടി വണങ്ങുന്നു.
തിരുവചനം തൻ ധനമായി കരുതി പ്രിയതാതൻ ദൈവാശ്രയബോധം ഉള്ളിൽ നിറച്ചൊരു നിധിയാ. തിരുവചനം തൻ ധനമായി കരുതി പ്രിയതാതൻ ദൈവാശ്രയബോധം ഉള്ളിൽ നിറച്ചൊരു നിധിയാ. തിരുഹൃദയത്തിൻ ദാസൻ തിരുസഭതൻ പ്രിയപുത്രൻ കദളിക്കാട്ടിലച്ച് നല്ലൊരു സമറായൻ. തിരുഹൃദയത്തിൻ ദാസൻ തിരുസഭതൻ പ്രിയപുത്രൻ കദളിക്കാട്ടിലച്ച് നല്ലൊരു സമറായൻ. താപസനാം ധന്യ വന്ദനമരുളുന്നു വിശ്വാസികളങ്ങേ സവിധേ അണയുന്നു. ആദിയുഷസ്സിൻ കതിരുകൾ പോലെ വിളങ്ങി ഇന്നീ തിരുസഭയങ്ങേ പാടി വണങ്ങുന്നു. ആദിയുഷസ്സിൻ കതിരുകൾ പോലെ വിളങ്ങി ഇന്നീ തിരുസഭയങ്ങേ പാടി വണങ്ങുന്നു. തിരുഹൃദയത്തിൻ ദാസൻ തിരുസഭതൻ പ്രിയപുത്രൻ കദളിക്കാട്ടിലച്ച് നല്ലൊരു സമറായൻ. തിരുഹൃദയത്തിൻ ദാസൻ തിരുസഭതൻ പ്രിയപുത്രൻ കദളിക്കാട്ടിലച്ച് നല്ലൊരു സമറായൻ. തിരുഹൃദയത്തിൻ ദാസൻ തിരുസഭതൻ പ്രിയപുത്രൻ കദളിക്കാട്ടിലച്ച് നല്ലൊരു സമറായൻ. നല്ല രസമായിട്ട് സൂപ്പറായിട്ട് പാടി. താങ്ക് യു അച്ഛാ. വിശുദ്ധൻ്റെ ഒരു അല്ലേ നല്ലൊരു ഗാനം, സൂപ്പറായിട്ട് നല്ല നല്ല ഫീലോട് കൂടി തന്നെ രണ്ടുപേരും പാടും. നല്ല മാച്ചിങ് ആണ് നിങ്ങളുടെ ശബ്ദത്തിന്. പിന്നെ എടുത്തു പറയുന്ന സെക്കൻഡ് വോയിസ് ഒക്കെ വന്നപ്പോഴേക്കൊക്കെ അപ്പോൾ ഒരാളിങ്ങനെ നോർമൽ വോയിസ് അദ്ദേഹം നല്ല ഭംഗിയായിട്ട് പാടുന്നു, അപ്പോൾ സെക്കൻഡ് വോയിസും പോകുമ്പോഴൊക്കെ നല്ല അടിപൊളി നല്ല രസമായിട്ട് പാടി രണ്ടുപേരും. അപ്പോൾ ഞങ്ങളെല്ലാവരും നിങ്ങളെ ഈ എപ്പിസോഡുകളൊക്കെ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ എപ്പിസോഡുകളും 2 എപ്പിസോഡ് കഴിഞ്ഞ് മൂന്നാമത്തെ. നമുക്ക് അറിയേണ്ടത് എല്ലാം തന്നെ ഏകദേശമൊക്കെ അറിഞ്ഞു തോന്നുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ദൈവവിളി. ഇനി അതാണ് കേൾക്കാനുള്ളത്. എങ്ങനെയായിരുന്നു നിങ്ങളുടെ ദൈവവിളി? ദൈവവിളി പറ്റി ഒന്ന് സിസ്റ്റർ ഒന്ന് പറയാതെ സിസ്റ്ററിൻ്റെ ദൈവവിളിയെ പറ്റിയൊക്കെ. എനിക്ക് ദൈവവിളി കിട്ടിയെന്ന് പറഞ്ഞാൽ കുഞ്ഞുനാളുകളിൽ സിസ്റ്റർ ആകാൻ പോകുന്നു പറയുമായിരുന്നു. കുടുംബത്തിൽ തന്നെ ഒത്തിരി സിസ്റ്റേഴ്സ് ഉണ്ട്. ഞങ്ങളുടെ മമ്മിയുടെ കുടുംബത്തെ തേവറുകുന്നതിൽ ഒത്തിരി സിസ്റ്റേഴ്സ് ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് സിസ്റ്റേഴ്സിനോട് കൂടുതൽ ബന്ധമുണ്ട്. മമ്മിയുടെ അനിയത്തി സിസ്റ്ററാണ്. അതുകൊണ്ട് പോകാനുള്ള ഒരു ആഗ്രഹം കുഞ്ഞിലേ മുതലേ ഉണ്ടായിരുന്നു. പിന്നെ ഒരു 10ാം ക്ലാസ്സൊക്കെ ആയപ്പോഴത്തേനും പിന്നെ ചോദിക്കുമ്പോൾ നമ്മൾ മടത്തി പോകുന്നില്ല എന്നൊക്കെ പലപ്പോഴും അങ്ങനെ പറഞ്ഞിട്ടുള്ള അവസരങ്ങളൊക്കെ ഉണ്ട്. ഒരിക്കൽ ഞാൻ എൻ്റെ ഇടവകയിൽ ഒരു ഒരച്ഛൻ്റെ ധ്യാനം ഉണ്ടായിരുന്നു. ആ ധ്യാനത്തിൽ പങ്കെടുത്തപ്പോൾ മഠത്തിൽ പോകാൻ ആഗ്രഹമുള്ളവർ ആരാന്നൊക്കെ ഇങ്ങനെ ഞങ്ങളുടെ അച്ഛന്മാരൊക്കെ ചോദിച്ചപ്പോൾ ഇങ്ങനെ എല്ലാവരും കൈകളൊക്കെ ഉയർത്തി. ഞാനും വെറുതെ കൈകൾ ഉയർത്തിയതാണ്. അപ്പം ഞങ്ങളുടെ മഠത്തിൽ ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ സിസ്റ്റർ ഇങ്ങനെ ഞങ്ങളോട് ഇങ്ങനെ കുറേ പേരെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ കൈ ഉയർത്തിയല്ലോ, ആരാ മഠത്തിൽ പോകാൻ ആഗ്രഹമുള്ളത്, സിസ്റ്റേഴ്സ് ആകാൻ പോകാനുള്ളവർ കൈ ഉയർത്തിയല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ ഉയർത്തി. അപ്പോൾ അന്നൊക്കെ ഒരു രസത്തിന് ഉയർത്തിയതാന്ന് ഞങ്ങൾ സിസ്റ്ററിനോട് ഇങ്ങനെ പറഞ്ഞു. സിസ്റ്റർ പറഞ്ഞു, ഒന്നൊരു പണിയെ നിങ്ങൾ ക്യാമ്പ് കൂടിയിട്ട് ദൈവവിളി ഉണ്ടെങ്കിൽ നമുക്ക് നിൽക്കാം എന്നിങ്ങനെ പറഞ്ഞു. എന്നാൽ പോകാം എന്നൊക്കെ വീട്ടിൽ പറഞ്ഞപ്പോൾ പറഞ്ഞു പൊക്കോ, കുഴപ്പമൊന്നുമില്ല, നല്ല കാര്യമല്ലേ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ സിസ്റ്റർ ആകാൻ വേണ്ടി ക്യാമ്പിന് പോയി കഴിഞ്ഞപ്പോൾ ഭയങ്കര ഡിസ്ട്രായി. സിസ്റ്റർ ആകണം എന്നുള്ള ആഗ്രഹം അപ്പോഴേ തന്നെ നമുക്ക് ഉള്ളിലുണ്ടായിരുന്നു. എന്നാ ദൈവവിളി ഉണ്ടോ എന്ന് നമുക്ക് ആ ക്യാമ്പ് കൂടിയപ്പോൾ തന്നെ മനസ്സിലായി ദൈവവിളി ഉണ്ടോ എന്നുള്ളത് നമുക്ക്. അങ്ങനെയാണ് ഞാൻ എൻ്റെ ദൈവവിളിയിലേക്ക് ഞാൻ കടന്നു വരാൻ ഒരു കാരണം അതാണ്. ധ്യാനത്തിലൂടെ നമുക്ക് അങ്ങനെ ഒരു പ്രചോദനം ഉള്ളിലുണ്ടായി. മഠത്തിൽ പോകണമെന്നൊരു ആഗ്രഹം ഉള്ളിൽ. പിന്നീട് അങ്ങോട്ട് പിന്നെ സിസ്റ്റർമാർ ആൻറ്റിമാർ വന്ന് കൊണ്ടുപോയി. പിന്നെ അങ്ങനെ മഠത്തിൽ ചേർന്നു, അങ്ങനെ സിസ്റ്റർ ആയത്. പിന്നെ അങ്ങനെ സഭയൊക്കെ ഭയങ്കര ഒരു തീർച്ചയായും ഞങ്ങളുടെ കോതംകുളം ജ്യോതി പ്രൊവിൻസിലാണ് ഞാനിപ്പോൾ ഉള്ളത്.
ഒത്തിരി സപ്പോർട്ട് നമുക്ക് എപ്പോഴും ഉണ്ട് എല്ലാ കാര്യങ്ങളിലും. ഇപ്പോൾ ഞങ്ങൾ പാട്ട് പാടുന്ന കാര്യത്തിലാണെങ്കിലും ഞങ്ങൾക്ക് ഒത്തിരിയേറെ അവസരങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ അധികാരികൾ ഒരുക്കി തരുന്നുണ്ട്. എവിടെ ചോദിച്ചാലും ഞങ്ങളെ ഇപ്പോൾ ഈ പ്രോഗ്രാമിലേക്ക് തന്നെ വരാനായിട്ട് അവർ ഞങ്ങൾക്ക് പെർമിഷൻ തന്നു. അത് വലിയ ഞങ്ങൾക്ക് സഭ നൽകുന്ന വലിയ സപ്പോർട്ടാണിത്. കാരണം ഞങ്ങളുടെ കഴിവുകൾ വളർത്തിക്കൊണ്ട് വരണം, ഈശോയെ ലോകം മുഴുവനും കൊടുക്കണം എന്നൊരു ആഗ്രഹം ഞങ്ങളുടെ സഭയിലൂടെ അത് പൂർത്തീകരിക്കണം എന്നുള്ളത് കൊണ്ട് നമുക്കങ്ങനെ ഈശോയെ കൊടുക്കാൻ ഞങ്ങൾക്കൊരു അവസരം എല്ലാ വിധത്തിലും ഞങ്ങൾക്ക് സപ്പോർട്ടുകൾ ഞങ്ങളുടെ സഭയിൽ നിന്നുണ്ട്. വലിയൊരു എന്താ പറയുക, ഒരു ബലമാണ്. അപ്പോൾ മാതാപിതാക്കളൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു അല്ലേ? പ്രത്യേകിച്ച് ഒരു മോള്. മാതാപിതാക്കൾ, മമ്മിക്ക് ചെറിയൊരു സങ്കടം ഉണ്ടായിരുന്നു പോകുന്നതിൽ. എന്നാലും പപ്പയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്നാലും ഇപ്പോഴും കുഴപ്പങ്ങളൊന്നുമില്ല. അവർക്ക് വളരെ സപ്പോർട്ടാണ്, സന്തോഷമാണ്. ഒരു സിസ്റ്റർ വീട്ടിൽ നിന്നുണ്ടല്ലോ എന്നോർത്ത് അവർക്ക് ഒരിക്കലും ദുഃഖിക്കേണ്ടി വന്നിട്ടില്ല. അതിലൊരു സന്തോഷത്തിനുപരി ചിലപ്പോൾ അഭിമാനമായിരിക്കും. കാരണം ചിലപ്പോഴൊക്കെ നമുക്ക് ഇത്രയും കല അല്ലെങ്കിൽ പാട്ട് പാടാനുള്ള കഴിവുണ്ടെങ്കിലും അത് വളരണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഇപ്പം നോക്കിയാൽ നമ്മുടെ ഇപ്പോൾ ഈ സഭയിൽ ചേർന്നു, കോതമംഗലം പ്രൊവിൻസിൽ ചേർന്നു, ആ അമ്മമാരുടെയൊക്കെ സപ്പോർട്ടോടു കൂടി നമുക്കൊരു എന്താ പറയുക, പാട്ട് പാടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ക്രിസ്ത്യൻ ഗാനങ്ങൾ എല്ലാ എന്ന് വെച്ചാൽ പ്രോഗ്രാമിലൊക്കെ നമ്മൾ പാടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഉണർവുണ്ട്. അതെല്ലാം സാധ്യമായത് അല്ലേ വടത്തിൽ ചേർന്ന് കഴിഞ്ഞാൽ അവരുടെ സപ്പോർട്ട് കൂടി. ഒരു പക്ഷേ ഈ കഴിവ് നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞായിരുന്നല്ലോ ചെറുപ്പം മുതലേ. ചിലപ്പോൾ വേറെ ഒരു ലൈഫിലേക്കാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഇത്ര പോലും പാടാൻ പറ്റുമെന്ന് പോലും നമുക്ക് ദൈവത്തിന് ആവശ്യമുണ്ട്. അതുകൊണ്ട് ഈശോ ആഗ്രഹം മങ്ങിയ നിമിഷങ്ങളിൽ കയറി വരട്ടെ എന്ന് ഓർത്തു, അവൻ പഠിക്കട്ടെ എന്ന് ഓർത്തു. 10ാം ക്ലാസ് ആയപ്പോഴൊക്കെ ഒരു ധ്യാനം, അതിലും രക്ഷയില്ല, ഫോഴ്സ് ചെയ്ത് ക്യാമ്പ് കൂടിപ്പിച്ചു. പിന്നെ വളരെ സന്തോഷമായിട്ട്. അപ്പോൾ തീർച്ചയായും മാതാപിതാക്കൾക്ക് അഭിമാനിക്കാം, നല്ലൊരു മോള് ഈശോയെ പാട്ടിലൂടെയും ജീവിതത്തിലൂടെ സാക്ഷ്യമായിട്ട് നിലകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒത്തിരി സന്തോഷം. ഇനി നമുക്ക് അഖില സിസ്റ്റർ ദൈവവിളിയെ പറ്റി പറയുന്നതിന് മുമ്പ് സിസ്റ്ററിൻ്റെ ഒരു പാട്ട് കേൾക്കാൻ ആഗ്രഹമുണ്ട്. ഒരു പാട്ട് പാടാമോ? കാക്കയാൽ ആഹാരം നൽകിയ
ചിറകിൽ മറയ്ക്കുന്നവൻ, മഹത്വത്തിൽ എന്നെ ചേർക്കുന്നവൻ. ഞാൻ നിന്നെ കൈവിടുമോ, ഒരു നാളും മറക്കുമോ? ഞാൻ നിന്നെ കൈവിടുമോ, ഒരു നാളും മറക്കുമോ? ആരും മറന്നാലും മറക്കാത്തവൻ, അന്ത്യത്തോളം കൂടെയുള്ളവൻ. ആരും മറന്നാലും മറക്കാത്തവൻ, അന്ത്യത്തോളം കൂടെയുള്ളവൻ. ഞാൻ നിന്നെ കൈവിടുമോ, ഒരു നാളും മറക്കുമോ? ഞാൻ നിന്നെ കൈവിടുമോ, ഒരു നാളും മറക്കുമോ? സൂപ്പറായിട്ട് പാടി. നല്ല രസമായിരുന്നു, അസാധ്യമായിരുന്നു. താങ്ക് യു അച്ഛാ. നല്ല എന്താ പറഞ്ഞ, എല്ലാ ഭാവവും ചേർത്തുകൊണ്ട് ഫീലിങ്ങോട് കൂടി മനോഹരമായ പാട്ട് പാടാനായിട്ട് സിസ്റ്ററിന് സാധിച്ചു. ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല അല്ലേ, നല്ല ഇങ്ങനെ കേട്ടിരിക്കാനായിട്ട് തോന്നി. ഇങ്ങനെ താളം പിടിച്ച് കേട്ടിരുന്ന് ഈശോയെ ധ്യാനിക്കാനും ആരാധിക്കാനും നല്ല ശബ്ദമാണ് സിസ്റ്ററിൻ്റെ. താങ്ക് യു അച്ഛാ. ദൈവം അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ എപ്പിസോഡിൽ സിസ്റ്റർ പാടി, അടിപൊളി. രണ്ടുപേരും സൂപ്പറാണ്. ഇതിൽ പാടിയതുപോലെ ഒരു നാളും ഒരിക്കലും ഉപേക്ഷിക്കാത്ത, മറക്കാത്ത ദൈവത്തിൻ്റെ സ്നേഹം അറിഞ്ഞത്, ഈ സ്നേഹത്തിലേക്ക് ചേരുവാനും ഈ സ്നേഹമാണ് എൻ്റെ എല്ലാം ഒന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവങ്ങളിലേക്ക് എപ്പോഴാണ് തിരിഞ്ഞത്? അമ്മയുടെ ഉദരത്തിലായിരുന്നപ്പോൾ തന്നെ ദൈവം എന്നെ വിളിച്ചു എന്ന് ഇപ്പോൾ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കാരണം അമ്മയുടെ ഉദരത്തിലായിരുന്നപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ചിക്കൻ ബോക്സ് വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ പലരും എന്നെ ഉപേക്ഷിച്ചു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയുടെ അടുത്ത് എല്ലാവരും പറഞ്ഞു, എന്നെ എന്താ പറയുന്ന, കുട്ടിക്ക് അംഗവൈകല്യം ഉണ്ടാകും, പല രീതിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകും എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് അമ്മയുടെ അടുത്ത് കുറേ പേര് അബോർട്ട് ചെയ്ത് കളയണം എന്നുള്ള ഇത് പറഞ്ഞപ്പം പക്ഷേ എൻ്റെ അമ്മ എന്നെ കൈവിട്ടില്ല. അമ്മ എന്നെ ആ ഒരു സഹനത്തിലൂടെ കടന്നു പോയെങ്കിലും അമ്മ എന്നെ പൊന്നുപോലെ നോക്കി. അപ്പോൾ തന്നെ എന്നെ ദൈവം വിളിച്ചിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നുവെച്ചാൽ വേണമെങ്കിൽ എന്നെ അമ്മയ്ക്ക് വേണമെങ്കിൽ ആർക്ക് വേണമെങ്കിലും എന്നെ ഉപേക്ഷിക്കുമായിരുന്നു, പക്ഷേ അമ്മ എന്നെ കൈവിട്ടില്ല. അന്ന് മുതൽ എന്നെ ദൈവം കാത്തു പരിപാലിച്ചു. പിന്നീടുള്ള വഴികളെല്ലാം ദൈവം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ എന്നെ സഭയിലേക്ക് അല്ലെങ്കിൽ സിസ്റ്റർ ആവണം എന്നുള്ള ഒരു ദൈവവിളി വന്നത്, ഞാൻ പറഞ്ഞല്ലോ, അച്ഛന്മാരാണ് എന്നെ കൂടുതലും, CMI ഫാദേഴ്സാണ് എന്നെ കൂടുതലും ഇതിലേക്ക്, അച്ഛന്മാരെ കണ്ടാണ് ഞാൻ വളർന്നത്. തൊട്ടടുത്ത് ഞങ്ങളുടെ ഹോളി ഫാമിലി സിസ്റ്റേഴ്സ് ഉണ്ട്. സിസ്റ്റേഴ്സിനെയും അച്ഛന്മാരുടെ ഇടയിലാണ് ഞാൻ വളർന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് അച്ഛന്മാരെയും സിസ്റ്റേഴ്സിനെയും വളരെ ഇഷ്ടമായിരുന്നു. ചെറുപ്പം മുതലേ അവരുടെ കൂടെയാണ് വളർന്നത്. എൻ്റെ അമ്മ എന്തെങ്കിലും തിരക്ക് വന്നാലും സിസ്റ്റേഴ്സിൻ്റെ അടുത്തായിരുന്നു ഞങ്ങളെ കൊണ്ടുപോയി വിട്ടുകൊണ്ടിരുന്നത്. അപ്പം അവരുടെ ഇടയിലായിരുന്നു ഞാൻ ചെറുപ്പം മുതലേ വളർന്നത്. അതുകൊണ്ട് തന്നെ സിസ്റ്റർ ആകണം എന്നുള്ളൊരാഗ്രഹം ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നു. ആഗ്രഹിച്ച് അവരുടെ കൂടെ ആയിരുന്നതുകൊണ്ടും പാട്ട് പാടാനും ഡാൻസ് കളിക്കാനും ഒക്കെ അവരുടെ കൂടെ ഞങ്ങൾ എപ്പോഴും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് സിസ്റ്റേഴ്സിനെ വലിയ ഇഷ്ടമായിരുന്നു. പിന്നീട് 9, 10 ക്ലാസ്സൊക്കെ ആയപ്പം സ്റ്റെല്ല സിസ്റ്റർ പറഞ്ഞ പോലെ ആഗ്രഹമൊക്കെ അങ്ങ് മങ്ങി. പല സിസ്റ്റേഴ്സും അങ്ങനെ മങ്ങിപ്പോയി. പിന്നെ ചോദിക്കുമ്പോഴൊക്കെ പറയുമായിരുന്നു, ഞാൻ വരുന്നില്ല കേട്ടോ സിസ്റ്ററെ, ഇല്ല. അപ്പം ഈ സിസ്റ്റർമാർ പറയും, അഖില നന്നായി പാടുന്നതല്ലേ, അപ്പം നമുക്ക് പള്ളിയിൽ ഈശോനെ പാടാം. അപ്പം എല്ലാ ദിവസവും ഞാൻ പള്ളിയിൽ പാടാൻ പോകും. സിസ്റ്റർമാരുടെ കൂടെയാണ് പോകുന്നത്. ഒരു സിസ്റ്റർ ഷാരോൺ, ഞാൻ പറഞ്ഞില്ലേ, സിസ്റ്റർ ഷാരോൻ്റെ കൂടെ എല്ലാ ദിവസവും പള്ളിയിൽ പാടാൻ പോകും. സിസ്റ്ററാണ്. അപ്പോൾ സിസ്റ്റർ അവരുടെ ഹോളി ഫാമിലി സിസ്റ്റേഴ്സ് എല്ലാവരും വിശ്വസിച്ചു ഞാൻ അവരുടെ കോൺഗ്രിഗേഷനിൽ ചേർന്ന് സിസ്റ്റർ ആവും എന്ന് തന്നെ അവർ നേരത്തെ തന്നെ വിചാരിച്ചിരുന്നു. അമ്മയും വിചാരിച്ചത് അങ്ങനെയാണ്. എൻ്റെ അമ്മയ്ക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ തൊട്ടടുത്ത് ഞങ്ങളുടെ തിരുഹൃദയ സന്യാസിനി സമൂഹത്തിൻ്റെ ഡൽഹി പ്രൊവിൻസിൻ്റെ ഒരു മിഷൻ ഹൗസ് ഉണ്ടായിരുന്നു. അപ്പം അവരും തൊട്ടടുത്ത് തന്നെ, ഞങ്ങൾ മൂന്ന് ഒരു സൈഡിൽ ഒരുമിച്ചാണ്.
അവരുടെ കൂടെ ഞാൻ പാടാൻ പോകാറുണ്ട്. അങ്ങനെ ആരെയും ഉപേക്ഷിച്ചിട്ടില്ല, ഞാൻ എല്ലാവരുടെയും കൂടെ പാടാൻ പോയി. അങ്ങനെ ഒരു ദിവസം ഞാൻ ചാപ്പലിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം സിസ്റ്റർ ജോയ്സ് എന്ന് പറഞ്ഞൊരു സിസ്റ്റർ, ഞങ്ങളുടെ ഡൽഹി പ്രൊവിൻസിലൊരു സിസ്റ്റർ ഇങ്ങനെ ഇടയ്ക്ക് എപ്പോഴും വന്ന് പറയും, കൊച്ചേ നമുക്ക് തിരുഹൃദയസേന ഇങ്ങനെ ഇത് മിഷൻ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ പറയുമായിരുന്നു. അപ്പോൾ എനിക്ക് മദർ തെരേസനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ചെറുപ്പം മുതലേ മദർ തെരേസ കുട്ടികളെ നോക്കുന്നത്, എനിക്ക് കുഞ്ഞു പിള്ളേരെ ഭയങ്കര ഇഷ്ടമാണ്. കുട്ടികളെ പഠിപ്പിക്കാൻ, കുഞ്ഞു കുട്ടികളെ പഠിപ്പിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ മദർ തെരേസ ഇങ്ങനെയൊക്കെ ചെയ്യണം കണ്ടപ്പം എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു, പുറത്തുപോയി ഈ കുഞ്ഞുങ്ങളെ നോക്കണമെന്ന് വലിയൊരു ആഗ്രഹം ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നു. അപ്പോൾ സിസ്റ്റർ ഇങ്ങനെ ഒരു ദിവസം എന്നെ ഒരു വീഡിയോ കാണിച്ചു തന്നു, മദർത്തെ അവർ ശുശ്രൂഷ ചെയ്യുന്ന മേഖലകളെക്കുറിച്ച് കാണിച്ചു തന്നപ്പം എനിക്ക് വലിയ താല്പര്യം തോന്നി. അവരുടെ ആ പ്രവർത്തനങ്ങൾ, മിഷൻ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവരുടെ അവരുടെ സേവനങ്ങൾ, ഹോസ്പിറ്റലിൽ ചെയ്യുന്നതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം തോന്നി. അങ്ങനെ അവരോടൊരു ചായവ് എനിക്ക് വേഗം തന്നെ അവരുടെ ഇടയിലേക്ക് ഒരു ചായവ് വന്നു എനിക്ക്. അങ്ങനെ ഞാൻ ഹോളി ഫാമിലിക്കാരെ വിട്ട് ഞാൻ തിരുഹൃദയ സന്യാസിനി സമൂഹത്തിൻ്റെ അവരുടെ കൂടെയായി. പിന്നെ സിസ്റ്റർമാരിങ്ങനെ വീഡിയോ കാണിക്കുന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഉടുപ്പിടിയിലെ വീഡിയോ, ഒരു ദിവസം ഉടുപ്പിടിയിലെ വീഡിയോ എനിക്ക് വീട്ടിൽ തന്നു വിട്ടു. ഞാൻ എന്നിട്ട് വീട്ടിലിരുന്ന് കുറേ നേരം അവരുടെ ഉടുപ്പിടിയിൽ അവരുടെ പാട്ടുകൾ ഇതൊക്കെ കേൾക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നിയ അപ്പോൾ തൊട്ട് എനിക്കൊരു വലിയ ആഗ്രഹമായിരുന്നു, എനിക്ക് ഉടുപ്പിട്ട് അവിടെ പോയി ശുശ്രൂഷ ചെയ്യണമെന്ന് വലിയൊരു ആഗ്രഹം വന്നു. സിസ്റ്റർ പാട്ട് പാടും, നിങ്ങൾ ഒരുമിച്ച് പാട്ട് പാടുന്നു. അപ്പോൾ അത് കേൾക്കുന്നവർക്ക് ഈശോയെ അറിയണം, ഈശോയെ സ്നേഹിക്കണം, അത് അവൻ കാണണം, അവൻ അറിയണം. കൂടെ നിൽക്കും, നിങ്ങൾ പാട്ട് പാടുമ്പോൾ ചുറ്റിലുള്ളവർക്കൊക്കെ നിങ്ങൾക്കറിയത്തില്ല അവരേത് മനോഭാവം, നമുക്കറിയത്തില്ല അവർ ഏത് മൈൻഡിലുള്ളവരാണ്, അല്ലെങ്കിൽ ഏത് വികാരത്തിലാണ്, വിചാരത്തിലാണ്, ടെൻഷനിലാണ് നിൽക്കുന്നതെന്ന്. അതുകൊണ്ട് അപ്പോൾ അവർക്കാണ് ഈ കേൾക്കുമ്പോഴൊക്കെ ഒന്ന് ഈശോയിലേക്ക് നോക്കാൻ. ചിലപ്പോൾ പാപാവസ്ഥയിൽ ജീവിക്കുന്നവരായിരിക്കാം, പല പ്രതിസന്ധിയിൽ ജീവിക്കുന്നതായിരിക്കാം. നമ്മുടെ ഈ പാട്ട്, പ്രത്യേകിച്ച് നിങ്ങൾ രണ്ടുപേരും പാട്ട് പാടുമ്പോൾ ഞാനത് എടുത്തു പറയാൻ കാരണം, അവർ ഈശോയിലേക്ക് ഒന്ന് നോക്കും. അവർ നോട്ടം മതി. അത് നോക്കിക്കഴിഞ്ഞാൽ അവനെ വിശുദ്ധനാക്കുവാനായിട്ടും ഈശോയ്ക്ക് സാധിക്കും. ആ ഒരു നോട്ടം മാത്രം, എല്ലാ പ്രവർത്തനങ്ങളും അല്ല, ആ ഒറ്റ ഒരു ടേൺ ബാക്കാണ് ഈ നിങ്ങൾ നൽകുന്ന ശുശ്രൂഷയിലൂടെ അനേകർക്ക് നൽകുന്നത്. അത് നിങ്ങൾക്കും അറിയത്തില്ല, പക്ഷെ അതറിയാവുന്നൊരു ദൈവമുണ്ട്. സമൃദ്ധമായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദൈവവിളിയിലൂടെയാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. പ്രത്യേകിച്ച് നിങ്ങളെ ചേർത്തത് ദൈവമാണ്. നല്ലപോലെ പാട്ടൊക്കെ പാടി, നിങ്ങൾ പ്രത്യേകിച്ച് നേരത്തെ എപ്പിസോഡിലൊക്കെ പറഞ്ഞു പ്രാക്ടീസ് ചെയ്തൊക്കെയാണ്, എത്രത്തോളം കമ്മിറ്റഡ് ആണ് നിങ്ങൾ. പ്രാക്ടീസ് ചെയ്തും ഒക്കെ നിങ്ങൾ പാടുന്ന പാട്ട് ലയിച്ച് പാടുമ്പോൾ, നിങ്ങൾ പ്രാർത്ഥിച്ച് പാടുമ്പോൾ അത് മറ്റുള്ളവരുടെ ഹൃദയത്തിൽ സ്പർശിക്കുന്നുണ്ട്. അവൻ ഈശോയിലേക്ക് നോക്കും, പിന്നെ അവൻ ദൈവത്തിൻ്റെ മകനായിട്ട് അവൻ തിരിച്ചു വരികയാണ്. അത് നിങ്ങളാണ് കാരണമാകുന്നത്. ഞങ്ങളെല്ലാം വളരെ സന്തോഷത്തിലാണ്. നിങ്ങൾ ഈ ഒരു വേദിയിൽ ഞങ്ങൾക്ക് കിട്ടി തന്നെ ഞങ്ങൾ അഭിമാനിക്കുകയാണ്. നിങ്ങളുടെ ദൈവവിളി വളരെ കൃപ നിറഞ്ഞതാകുവാൻ വേണ്ടി അനേകർക്ക് നിങ്ങൾ പാട്ടിലൂടെ, ജീവിത സാക്ഷ്യത്തിലൂടെയൊക്കെ അനേകർക്ക് ഈശോയെ കൊടുക്കാൻ ഈ ലോകത്തിൽ സാധ്യമാകട്ടെ എന്ന് ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുകയാണ്. ഒത്തിരി 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 നന്ദി. താങ്ക് യു അച്ഛാ. നമുക്കിത് എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കാം. അതിനു മുമ്പ് എനിക്കൊരു ഈശോയുടെ സ്നേഹം ഉള്ളിൽ എൻ്റെയും ദാഹിക്കുന്നുണ്ട്. അപ്പോൾ ഒരു യുവജനങ്ങളൊക്കെ ഏറ്റെടുത്തൊരു പാട്ടുണ്ട്. ആ ഒരു പാട്ട് പാടി നമുക്ക് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കാം. കുരിശിൻ്റെ മാറിൽ വെയിലേറ്റെനിക്കായി തണലേകും നാഥനെ പിരിയുകില്ല. കുരിശിൻ്റെ മാറിൽ വെയിലേറ്റെനിക്കായി തണലേകും നാഥനെ പിരിയുകില്ല. ഇല്ല, ഞാനെങ്ങുമേ പോവുകില്ല. കുരിശിനരികിൽ നിന്നകലുകില്ല. ഇല്ല, ഞാനെങ്ങുമേ പോവുകില്ല. കുരിശിനരികിൽ നിന്നകലുകില്ല. കുരിശിൻ്റെ മാറിൽ വെയിലേറ്റെനിക്കായി തണലേകും നാഥനെ പിരിയുകില്ല. കുരിശിൻ്റെ മാറിൽ വെയിലേറ്റെനിക്കായി തണലേകും നാഥനെ പിരിയുകില്ല. ദുരിതങ്ങൾ
കരുതി ഞാൻ ദൈവത്തെ പഴിച്ചുപോയി. എൻ ദുഃഖമെല്ലാം മാറ്റുന്നതെന്നാഥനാണെന്നറിയുന്നിതാ. എൻ ദുഃഖമെല്ലാം മാറ്റുന്നതെന്നാഥനാണെന്നറിയുന്നിതാ. കുരിശിൻ്റെ മാറിൽ വെയിലേറ്റെനിക്കായി തണലേകും നാഥനെ പിരിയുകില്ല. കുരിശിൻ്റെ മാറിൽ വെയിലേറ്റെനിക്കായി തണലേകും നാഥനെ പിരിയുകില്ല. ഇല്ല, ഞാനെങ്ങുമേ പോവുകില്ല. കുരിശിനരികിൽ നിന്നകലുകില്ല. ഇല്ല, ഞാനെങ്ങുമേ പോവുകില്ല. കുരിശിനരികിൽ നിന്നകലുകില്ല. കുരിശിൻ്റെ മാറിൽ വെയിലേറ്റെനിക്കായി തണലേകും നാഥനെ പിരിയുകില്ല. അച്ഛൻ വളരെ നന്നായിട്ട് പാടി. ഈശോയുടെ ആ സ്നേഹത്തിലേക്ക് കുരിശിൻ്റെ വഴിയിലൂടെ പോകുന്നൊരു ഫീലിങ്സ് പാട്ട് കേട്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് അങ്ങനെ തോന്നി. അങ്ങനെ ഒരു ഭയങ്കര സ്നേഹം ഈശോയോട് തോന്നുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്ത് ഈ പാട്ട് പാടിയപ്പോൾ എനിക്ക് അങ്ങനെ പെട്ടെന്ന് അങ്ങനെ തോന്നി മനസ്സിൽ. ഒരു എന്നാ പറയുക, ദൈവസ്നേഹം കുരിശിൻ്റെ സ്നേഹമൊക്കെ നൽകുന്നൊരു പാട്ടാണ്. എനിക്ക് തോന്നുന്നു അനുയോജ്യമായ സമയത്ത് തന്നെ ഞാൻ പാടിയത്. നിങ്ങളുടെ ദൈവവിളിയിൽ സിസ്റ്റർ ആണെങ്കിൽ ചെറിയൊരു സംശയത്തിൻ്റെ പേരിൽ വന്നപ്പോൾ ഈശോ തന്നെ ക്യാമ്പിൽ കൊണ്ടുപോയി അവിടുന്ന് ദൈവവിളിയിലേക്ക് പിടിച്ച് കൊണ്ടുപോകുന്നു. ഇവിടെയാകുമ്പോൾ വലിയൊരു രക്ഷപ്പെടുത്തുന്ന ഒരു അനുഭവം തന്നെ നൽകി. ഞാനാണ് കൂടെയുള്ളത്. ആ ദൈവം നൽകുന്ന വലിയ സ്നേഹമാണ് എല്ലാം. ജീവിതത്തിലുടനീളം നിങ്ങളുടെ ജീവിതത്തിൽ ഈശോ അവൻ്റെ സ്നേഹം നിങ്ങൾക്ക് ഓൾറെഡി നൽകി. അപ്പോൾ നമുക്ക് എത്രമാത്രം സ്നേഹിക്കാൻ പറ്റും. ഇത് എൻ്റെ ചിന്തകളായിരുന്നു പെട്ടെന്ന് മനസ്സിലേക്ക് കടന്നപ്പോൾ ഈ പാട്ട് ഉചിതമായിട്ടുള്ള സമയത്ത് തന്നെ പാടിയെന്നുള്ളതാണ്. അപ്പോൾ ഒത്തിരി നന്ദി. ഞങ്ങളെല്ലാവരും വളരെ സന്തോഷിക്കുന്ന ഒരു ദിവസമാണ്. നിങ്ങളുടെ പാട്ടുകൾ ഒരുമിച്ചുള്ള പാട്ട് നല്ല സൂപ്പറായിട്ട് കേൾക്കാനൊക്കെ ആയിട്ട് പറ്റി. അടിപൊളി. നിങ്ങളുടെ കോമ്പിനേഷൻ സൂപ്പർ. അതിനുപരിയായിട്ട് ഇന്നേ ദിവസം നിങ്ങളുടെ ദൈവവിളി ദൈവം എത്രത്തോളം അനുഗ്രഹിക്കുന്നുണ്ടെന്നും എത്രത്തോളം ദൈവം ആഗ്രഹിക്കുന്നുണ്ടെന്നൊക്കെ മനസ്സിലായി. പിന്നെ നിങ്ങളുടെ ജീവിത മേഖലയിലൊക്കെ ഈ ഈശോയെ, നിങ്ങളെ സ്നേഹിക്കുന്ന ഈശോയെ മറ്റുള്ളവർക്ക് കൊടുക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞങ്ങൾ ഏറെ ആഗ്രഹത്തോട് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെയും ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന നിങ്ങളുടെ കൂടെയുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു അച്ഛാ. ഹെവൻലി മെലോഡീസിൻ്റെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. പുതിയ പാട്ടുകളും പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി. കുരിശിൻ്റെ മാറിൽ വെയിലേറ്റെനിക്കായി തണലേകും നാഥനെ പിരിയുകില്ല. കുരിശിൻ്റെ മാറിൽ വെയിലേറ്റെനിക്കായി തണലേകും നാഥനെ പിരിയുകില്ല. ഇല്ല, ഞാനെങ്ങുമേ പോവുകില്ല. കുരിശിനരികിൽ നിന്നകലു